ഹായ്, നിങ്ങളുടെ എല്ലാവരെയും റിക്വസ്റ്റ് പ്രകാരമുള്ള നമ്മുടെ ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1 കിലോ മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ പിലോപ്പി നുറുക്കി കഷ്ണങ്ങളായിട്ട് വരഞ്ഞൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നുറുക്കി വരഞ്ഞു കൊടുത്തിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ദശക്കട്ടിയുള്ള മീനുകൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അയില, പിന്നെ അതുപോലെ തന്നെ നെയ്മീൻ, ആവോലി, അതിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയത് അയില, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിലോപ്പി, അതുപോലുള്ള മീനുകളിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മാരിനേഷന് വേണ്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 3/4 ഫ്രൈയോ അല്ലെങ്കിൽ വേവെന്നോ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ വലിയ കഷ്ണങ്ങളായിരുന്നു, ഞാൻ 3 കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടിംഗ് ഒന്നും പോകില്ല കേട്ടോ. കോട്ടിങ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, മസാലയുടെ കോട്ടിങ്ങൊക്കെ. ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 റൗണ്ടും മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ, നമ്മുടെ സവോള, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നാടൻ നമ്മുടെ കറിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കറിച്ചട്ടി ഉണ്ടെങ്കിൽ കറിച്ചട്ടി തന്നെ മസ്റ്റായിട്ട് ഈ വിഭവം ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല ഇതിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 സവോള, 3 പച്ചമുളക്, ഒരു തക്കാളി വട്ടം അരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കി വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പയ്യൊന്ന് മാറണം. പയ്യെ സവോള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഒരെണ്ണം അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ, നമുക്ക് തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മീനിൽ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് മൂക്കി വഴറ്റി. നമ്മുടെ ഈ ഫിഷ് മോളി പച്ചമുളകും കുരുമുളകിൻ്റെയും എരിവിലാണ് നമുക്ക് ഈ കറി കിട്ടുന്നത്. മുളക് പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ, എനിക്ക് ഈ കറി ഒന്ന് ഇത്തിരി ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് 2ാം പാലിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് അനുവദിക്കണം ഇതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പയ്യെ ഒന്ന് ആ ഗ്രേവിയൊക്കെ ആ മീറ്റിൻ്റെ മുകളിലോട്ടൊന്ന് ആകത്തത്തിൽ ആ കയ്യിലുകൊണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, ആ ഗരം മസാലയും കൂടി തൂക്കിയിട്ട് നമുക്കൊന്ന് പയ്യെ ഒന്ന് ഗ്രേവി ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങയുടെ തലപ്പാൽ അല്ലെങ്കിൽ 1ാം പാലും കൂടി ഒഴിച്ച് ജസ്റ്റ് ചെറു തിള വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിലേക്ക് 2-3 വട്ടത്തിൽ എരിഞ്ഞ തക്കാളി കഷ്ണങ്ങളും, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും, ഒരു പൊടിക്ക് പഞ്ചസാരയും,
ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കി മല്ലിയിലയും കൂടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയും ടേസ്റ്റിയും നല്ല ക്രീമിയുമായിട്ടുള്ള ഫിഷ് മോളി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ അപ്പം, പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, പത്തിരി, ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ ഞാൻ നല്ല ചൂട് അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും നിങ്ങൾ ഈ വിഭവം ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മറ്റൊരു വിഭവമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ, അപ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം രഞ്ജു സൈനിങ് ഓഫ്.